ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഐസോമെറിസം എന്നാണ്. ഓർഗാനിക് കെമിസ്ട്രിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഐസോമെറിസമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐസോമെറിസം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് ഹാവിങ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ബട്ട് സെയിം മോളിക്കുലാർ ഫോർമുല. വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമ്പൗണ്ടുകളായിരിക്കും. അതായത് നമ്മൾ ഓർഗാനിക്കിൽ നെയ്മഡ് റിയാക്ഷൻ പഠിച്ചിട്ടില്ലേ, ആ നെയ്മഡ് റിയാക്ഷൻ പോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമ്പൗണ്ടുകളായിരിക്കും. പക്ഷേ അവയുടെ പ്രോപ്പർട്ടീസും വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ മോളിക്കുലർ ഫോർമുല സെയിം ആണ് എന്നാണ് പറയുന്നത്. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ C6H12O6 എന്ന് നമ്മൾ പറയാറില്ലേ, അതാണ് അവയുടെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. അത്തരത്തിൽ മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിലും അത് അവയുടെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം ഉണ്ടാവാം എന്നാണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവാം, പൊസിഷനിൽ വ്യത്യാസം ഉണ്ടാവാം. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും മോളിക്കുലർ ഫോർമുല എന്ത് തന്നെയാണ്, സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കതിന് ആദ്യം എക്സാമ്പിൾ പരിശോധിക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രക്ചറൽ ഐസോമെറിസം ആണ്. സ്ട്രക്ചറൽ ഐസോമെറിസം. ഈ സ്ട്രക്ചറൽ ഐസോമെറിസിന്റെ ഡെഫിനേഷൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചൊന്ന് വായിച്ചു നോക്കിയേ. കോമ്പൗണ്ട്സ് ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. കോമ്പൗണ്ട്സ് ഹാവിംഗ് ദി സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചർ. സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷേ ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്. ഇത് തന്നെയാണ് ഇന്ന് ഐസോമെറിസത്തിൽ പറഞ്ഞത്. എന്താണ് നമ്മൾ ഐസോമെറിസ് ഡിസ്കസ് ചെയ്തത്? അതിൻ്റെ ഡെഫിനേഷൻ വായിക്കൂ. The phenomena of existence of two or more compounds possessing the same molecular formula but different properties. സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും കോമ്പൗണ്ടുകൾക്ക്. വ്യത്യസ്തങ്ങളായിട്ട് കാണപ്പെടുന്ന അതിന് തോന്നിപ്പിക്കുന്ന കോമ്പൗണ്ടുകൾക്ക് സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, പക്ഷേ അവയുടെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസമുണ്ട്. അത്തരത്തിൽ ഇവിടുത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള സ്ട്രക്ചറിൽ വ്യത്യാസമുള്ള ഐസോമേഴ്സ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇങ്ങനെ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, ഇവയെ വിളിക്കുന്ന പേരാണ് എന്ത്, ഐസോമേഴ്സ് എന്നുള്ളത്. നമുക്ക് ഐസോമർ ഡിസ്കസ് ചെയ്യാം വിത്ത് എക്സാമ്പിൾ. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പെൻഡെയിൻ. ഈ പെൻഡെയിനിൽ നിങ്ങൾക്ക് എത്ര ഹൈഡ്രജൻസ് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര കാർബൺ, നമുക്ക് കാർബണിൽ നിന്ന് ആദ്യം ചെക്ക് ചെയ്യാം. എത്ര കാർബൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? മൊത്തം 5 അല്ലേ? 1 2 3 4 5. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മൊത്തം 5 കാർബൺ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, 5 കാർബൺ ആറ്റത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൊത്തം 5 കാർബൺ ആറ്റത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഓരോ കാർബണുള്ള ഹൈഡ്രജൻസ് പരിശോധിക്കൂ. 3 2 5, വീണ്ടും 4. അപ്പം 5 4 എത്രയാ? 9 അല്ലേ വരിക. പിന്നെ ഒരു 3 കിടക്കുന്നുണ്ട്, അപ്പോൾ 9 3 എത്രയാ? 12. അപ്പോൾ ടോട്ടൽ ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം എത്രയാണ്? 12 ആണ് വരിക, അല്ലേ? അപ്പോൾ 5 കാർബണും 12 ഹൈഡ്രജൻസും ആണ് ഈ പെൻഡെയിൻ. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ പെൻഡെയിൻ എന്നുള്ള കോമ്പൗണ്ടിൽ എത്രയാണ്? 5 കാർബണും 12 ഹൈഡ്രജൻസും. ഇനി ഇതേപോലെ നിങ്ങൾ നോക്കൂ, ഐസോബ്യൂട്ടൈൻ അല്ലെങ്കിൽ 2-methyl ബ്യൂട്ടൈൻ എന്നും കൂടി പറയും. ഐസോപെൻഡെയിൻ അല്ലെങ്കിൽ അതിനെ 2-methyl ബ്യൂട്ടൈൻ. നിങ്ങളത് നെയിം ചെയ്യുമ്പോൾ 2-methyl ബ്യൂട്ടൈൻ ആയിരിക്കും നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നെയിം ചെയ്ത് വരുമ്പോൾ അതാ പഠിച്ചിട്ടുണ്ടായിരിക്കുക, 2-methyl ബ്യൂട്ടൈൻ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഐസോപെൻഡെയിൻ എന്നുള്ളത്. നമ്മളത് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് നെയിം ചെയ്യാനുണ്ട്, ആ സമയം അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് എത്ര കാർബൺ ആറ്റംസ് കാണാൻ സാധിക്കും? 1 2 3 4 5. ഇവിടെ നിങ്ങൾക്ക് 5 കാർബൺ ആറ്റത്തെ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ ഹൈഡ്രജൻ എണ്ണ വേണ്ടി നോക്കൂ, 3 3 3 6 7 7 2 8 8 3. അവിടെ എണ്ണം തെറ്റിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിക്കാട്ടോ, ഞാൻ എൻ്റെ മിസ്റ്റേക്കാണ്. 3 3 3 6 6 3 9. ഞാൻ ഈ സൈഡത്തെ ആദ്യം ഇടുന്നുണ്ട്. 9 2 10 11 11.
12 എണ്ണം ഞാൻ എണ്ണിലെ മിസ്റ്റേക്ക് ആണെന്ന് നോക്കൂ നിങ്ങൾ. 3, 3, 6, 7, 8, 9, 10, 12 എണ്ണം വരുന്നുണ്ടല്ലോ അല്ലേ? 12 എണ്ണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ എണ്ണിയിലുള്ള മിസ്റ്റേക്കാണ്. 12 ഹൈഡ്രജൻ തന്നെ വരുന്നുണ്ട്, ശ്രദ്ധിക്കൂ. 3, 3, 3, 6, 6, 3, 9. കറക്റ്റ് ആയല്ലോ. 3, 3, 6, 3, 9 ആയല്ലോ. ഇനി ഇവിടെ 2 എണ്ണം ഉണ്ട്, CH2 2 എണ്ണം ഉണ്ട്. ഞാൻ 1 കണക്കാക്കിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ എത്ര എണ്ണം വരും? 9, 9, 9 2 11 വരിക. പിന്നെ ഇവിടെ ഒരു H. അപ്പോൾ എത്ര വരും? 12 തന്നെ വരുന്നില്ലേ? നിങ്ങൾക്ക് തന്നെ എണ്ണി നോക്കാൻ വേണമെങ്കിൽ കേട്ടോ. ഇവർ താഴത്തെ തന്നെ നിങ്ങൾ താഴത്തെ തന്നെ എണ്ണി നോക്കും. 3, 3, 6, 6, 2, 8, 9. പിന്നെ മുകളിലേക്ക് 3 കൂട്ടുക. അപ്പോൾ 9, 3 എത്രയാ? 12. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 5 കാർബണും 12 ഹൈഡ്രജൻസ് തന്നെ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷെ ഇവിടെ ഏത് പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആവുന്നത്? സ്ട്രക്ചർ എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഡിഫറെൻ്റ് ആവുന്നത്. സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടോ അവയുടെ? ഇതാണ് സ്ട്രക്ചറൽ ഐസോമറിസം. ഇനി പൊസിഷൻ ഐസോമറിസം നമുക്ക് നോക്കാം. പൊസിഷൻ അതായത് വെൻ 2 or more compounds differ in the position of substituent atom or functional group on the carbon. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് പ്രൊപ്പാൻ 1 പ്രൊപ്പാൻ 2. ഇവിടെ OH എന്ന ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ മാത്രമാണ് വ്യത്യാസം. പക്ഷേ സെയിം മോളിക്കുലർ ഫോർമുല നിങ്ങൾ വേണമെങ്കിൽ എണ്ണി നോക്കാം കേട്ടോ. ഇവിടെ മൊത്തം 3 കാർബൺ ആറ്റം തന്നെയാണ് ഉള്ളത് അല്ലേ? നോക്കിയേ, 1, 2, 3. ഇവിടെയും 1, 2, 3. പിന്നെ ഒരു OH ഇവിടെയും ഒരു OH ഇവിടെയും ഉണ്ട്. അപ്പോൾ സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷേ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്ന് ഇവിടെയാണ്, ഒന്ന് ഇവിടെയാണ്. അപ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പിലുള്ള ആ പൊസിഷനാണ് പൊസിഷൻ ഐസോമറിസം. ആ ഒരു വ്യത്യാസമാണ് പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. അടുത്ത നിങ്ങൾ നോക്കൂ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. അപ്പോൾ നേരത്തെ പൊസിഷൻ ഐസോമറിസം ആണ്, ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് C3H6O ആണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയ്മഡ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നത് ശ്രദ്ധിക്കാൻ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നോക്കൂ, 2 or more compounds having the same molecular formula but different functional groups are called functional isomers, and this phenomenon is termed as functional group isomerism. For example, the molecular formula C3H6O represent an aldehyde and a ketone. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് എടുത്തോട്ടെ, ശേഷം ഡിസ്കസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ H ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ H എന്നുള്ളത് ഇവിടെയാണ് വരിക കേട്ടോ. ഈ ഓക്സിജൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ് C≡OH എന്നാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഇട്ടാലും മതി. അതായത് ഈ ഓയോട് കൂടി അറ്റാച്ച് ചെയ്യേണ്ട ആളാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കുറച്ച് മുകളിലേക്കായിട്ട് കൊടുത്തിരിക്കുന്നത്, അവർക്ക് ബോണ്ടിങ് ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പ്രൊപ്പനോൺ, ഇവിടെ 3, 3, 6 ഹൈഡ്രജൻസ്, ഇവിടെയും 3, ഇവിടെ 3, 2, 5. പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, മൊത്തം 6 തന്നെ. പിന്നെ 3 കാർബൺ, ഇവിടെയും 3 കാർബൺ തന്നെ, അതിലൊന്നും വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഗ്രൂപ്പാണ് വരുന്നത്. ഇവിടെ ഏതാ? ഇവിടെ വരുന്നത് ഓക്സിജൻ C≡O ആണ്. പക്ഷെ ഇവിടെ വരുന്നത് ഈ അതായത് CHO ഗ്രൂപ്പാണ്. നമുക്ക് പറയാം ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. C≡OH ആണ് വരുന്നത് അല്ലേ? OH ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയോ? ഇവിടെ വെറും O ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഫങ്ഷൻ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആവുന്നതനുസരിച്ച് ആ കോമ്പൗണ്ടിൽ വ്യത്യാസം. അപ്പോൾ ഇത് പ്രൊപ്പനോൺ ഈസ് എ കീറ്റോൺ. ഒരു കീറ്റോൺ ഫാമിലിയാണ് പ്രൊപ്പനോൺ. പ്രൊപ്പനാൽ എന്നുള്ളത് ഒരു ആൽഡിഹൈഡ് ഫാമിലിയാണ്. കാരണം നമ്മൾ പറഞ്ഞു CHO ഗ്രൂപ്പ് ഏതാണ്? ആൽഡിഹൈഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് CHO കാണുന്നുണ്ടല്ലോ, ആ ബോണ്ടിങ് ഞാൻ പറഞ്ഞു അവിടെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ ഇവിടെ പ്രൊപ്പനോൺ ഏതാ? കീറ്റോൺ ഫാമിലിയാണ്. പ്രൊപ്പനാൽ ഏതാണ്? ആൽഡിഹൈഡ് ഫാമിലിയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു, ഇവിടെ C≡O ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമാവുന്ന അനുസരിച്ചുള്ള ഐസോമറിസിനെയാണ് ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇനി മെറ്റാമറിസം എന്ന് പറയുമ്പോൾ ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഡിഫറെൻറ്റ് ആൽക്കൈൽ ചെയിൻസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. അതായത് ഇപ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലായി, ഇപ്പോൾ ഇവിടെ ഈ ഓക്സ് എന്നുള്ള ഗ്രൂപ്പിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് പരിശോധിക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ്. ചിലപ്പോൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ CH3 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ C3H7 ആണ്. ഇനി ഇവിടെ നോക്കൂ, ഈ ഓക്സിജൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ C2H5 അപ്പുറത്ത് C2H5 ആണ്. അപ്പോൾ അത് സെയിം ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പും വരാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വരാം. അപ്പോൾ അങ്ങനെ റൈസ് ചെയ്യുന്നതാണ് മെറ്റാമറിസം എന്ന് പറയുന്നത്, വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആൽക്കൈൽ ഗ്രൂപ്പ്സ്.
സെയിം ആയിട്ടും വരാം, ഡിഫറെൻ്റ് ആയിട്ടും വരാം. അപ്പോൾ അവയെ വിളിക്കുന്ന പേരാണ് മെറ്റാമെറിസം എന്നുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓർഗാനിക് കോമ്പൗണ്ടുകളിലുള്ള കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പ്രസൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് കാർബണും ഹൈഡ്രജനും കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട്, ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് കാർബണും ഹൈഡ്രജനും എഴുതിയിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് കോമ്പൗണ്ടിലായിട്ട് വരുമ്പോൾ അതിൽ കാർബണോ ഹൈഡ്രജനോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല, പകരം നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് കാർബണോ ഹൈഡ്രജനും എഴുതുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് തരുന്ന കോമ്പൗണ്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പർ ഓക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുക, എന്താ ചൂടാക്കുക ചെയ്യുന്നത്. ഡെൽറ്റ സിമ്പിൾ ഉദ്ദേശിക്കുന്നത് ചൂടാക്കുകയാണ്. ശക്തിയായിട്ട് ചൂടാക്കുമ്പോൾ കാർബണിൻ്റെ കേസ് ആണെങ്കിൽ അത് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യും. ഹൈഡ്രജൻ പ്രസന്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വാട്ടർ ഫോമിൽ പുറത്തേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ കാർബണോ ഹൈഡ്രജനോ അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് അത് കോപ്പർ ഓക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചൂടാക്കുക. അങ്ങനെ ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ കാർബൺ പ്രസന്റ് ആണ്. ഇനി അതല്ല വാട്ടർ ആയിട്ടാണ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഹൈഡ്രജൻ പ്രസന്റ് ആണ് എന്നുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് കൺഫേം ചെയ്യണം, അതായത് കാർബണും ഹൈഡ്രജനും പ്രസന്റ് ആയിട്ടുണ്ട് എന്നുള്ള കൺഫർമേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇപ്പോൾ ഇവിടെ നമുക്ക് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി കാർബൺ അവിടെ പ്രസന്റ് ആണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി കാർബൺ ഡയോക്സൈഡ് നമ്മൾ ലൈം വാട്ടർ, അതായത് CaOH2 ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കും. നിങ്ങൾക്കറിയാം ലൈം വാട്ടറിലോട്ട് കാർബൺ ഡയോക്സൈഡ് കടത്തി വിട്ട ലൈം വാട്ടർ ടേൺസ് മിൽക്കി കളർന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ടർബിഡിറ്റി അവിടെ ഫോം ചെയ്യും, ഒരു പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. ആ പ്രസിപ്പിറ്റേറ്റിക്ക് കാരണം കാൽസ്യം കാർബണേറ്റ് ആണ്. അതാണ് ഏരന്മാർക്ക് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രസിപ്പിറ്റേറ്റ് രൂപത്തിൽ അത് ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ഇങ്ങനെ കെടുക്കും. ഓക്കെ, അപ്പോൾ ആ പ്രസിപ്പിറ്റേറ്റ് ആണ് അവിടെ ടെർബിഡിറ്റിക്ക് അല്ലെങ്കിൽ ഇതിനെ കാരണമാക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം അതിൽ കാർബൺ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ കൺഫേം ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹൈഡ്രജനും കൺഫേം ചെയ്യണ്ടേ. ഹൈഡ്രജൻ കൺഫേം ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. എന്ത് ചെയ്തു, അങ്ങനെ കിട്ടുന്ന ഹൈഡ്രജനെ അവരെ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് കടത്തി വിടുമ്പോൾ ഒരു ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട് CSO4.5H2O, കോപ്പർ സൾഫേറ്റ് കണ്ടെയ്നിങ് വാട്ടർ പ്രസൻസ് ഉള്ള ഒരു കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പോൾ അതിൽ ബ്ലൂ കളറാണ് എക്സേർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ അപ്പോൾ ആരുടെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത്. അതായത് വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത്. ജസ്റ്റ് വാട്ടർ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് കടത്തി വിടുന്നു. അപ്പം നമുക്ക് ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട് ഉദ്ദേശിക്കുന്ന കോപ്പർ സൾഫേറ്റ് കണ്ടെയ്നിങ് പ്രസൻസ് ഓഫ് വാട്ടർ, അതിൽ വാട്ടർ പ്രസൻസ് ഉണ്ടെന്ന് അർത്ഥം. കാരണം വാട്ടർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് ബ്ലൂ കളർ എക്സേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്ത് ഉണ്ട് എന്നുള്ളത്, വാട്ടർ പ്രസന്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റൊന്ന് സൾഫർ, നൈട്രജൻ, ഹാലജൻ തുടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകൾ, ഫോസ്ഫറസ് തുടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളെ ഇതുപോലെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റുകളാണ് ലെസേഗ്നസ് ടെസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. അതിനായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോമ്പൗണ്ട് ജസ്റ്റ് നിങ്ങൾ സോഡിയമായി ട്രീറ്റ് ചെയ്യിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണെങ്കിൽ അത് സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇനി സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണെങ്കിലും അത് സോഡിയമായി ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇനി എക്സ് എന്ന് പറയുമ്പോൾ ഹാലജൻസ് ആണ്. ഹാലജൻ കണ്ടെയ്നിങ്, ഹാലജൻ എന്ന് പറയുമ്പോൾ ഫ്ലോറിനാവാം, ബ്രോമിനാവാം, ഐഡിനാവാം. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ. അപ്പോൾ അവ കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ടുകൾ നമ്മൾ സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആദ്യത്തെ റിയാക്ഷൻ പ്രസൻസ് ഓഫ് കാർബൺ ആണ്, അതുകൂടി ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സോഡിയമായി ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന സോഡിയം സയനൈഡ് കോമ്പൗണ്ട് ആയിരിക്കും. ഇനി സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ് നമ്മൾ സോഡിയമായി ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത്, നമുക്ക് കിട്ടുന്ന സോഡിയം സൾഫൈഡ് കോമ്പൗണ്ടുകളായിരിക്കും. ഇനി ഹാലൈഡ് കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ് നമ്മൾ സോഡിയമായി ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോഡിയം ഹാലൈഡുകളായിരിക്കും. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ മൂന്നും ഇവ ഇൻഡിവിജ്വലി നമ്മളൊരു ബോയിലിംഗ് വാട്ടർ ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സോഡിയം എക്സ്ട്രാക്റ്റ്, അതായത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് കിട്ടും എന്നാണ് പറയുക. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്. ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, അതൊരു ഹൈലി കോൺസെൻട്രേറ്റഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ NaCN ആണെന്ന് വിചാരിക്കുക. NaCN എന്നുള്ള ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ ബോയിലിംഗ് വാട്ടറിൽ ഫ്യൂസ് ചെയ്യിപ്പിച്ച എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ, അതായത് ഈ സോഡിയത്തിൻ്റെ, അതായത് അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോഡിയത്തിൻ്റെയും സയനൈഡിൻ്റെ കോമ്പൗണ്ടാണ്, സോഡിയം സയനൈഡ് കോമ്പൗണ്ട് ആണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് നമുക്ക് കിട്ടും. എക്സ്ട്രാക്റ്റ് അതായത് ഈ നമ്മൾ അവിടെ ലാബിൽ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ഈ സോഡിയം സയനൈഡ് എക്സ്ട്രാക്റ്റിലേക്ക് നമുക്ക് കിട്ടിയ ഈ കോമ്പൗണ്ടിലേക്ക്, എക്സ്ട്രാക്റ്റ് വിളിക്കാൻ വരട്ടെ, ഈ കോമ്പൗണ്ടിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു
ചൂടുവെള്ളം ഇങ്ങനെ ഒഴിക്കും. അപ്പം നമ്മൾ NaC എന്നുള്ള കോമ്പൗണ്ട് ആദ്യം നമ്മൾ ഫിൽറ്റർ പേപ്പറിനകത്ത് എടുക്കുക. NaC എന്നുള്ള കോമ്പൗണ്ട് നമ്മൾ ആദ്യം ഒരു ഫിൽറ്റർ പേപ്പറിനകത്ത് എടുക്കുക. എന്നിട്ട് അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ ഫിൽറ്റർ പേപ്പറിലൂടെ ഊറി വരുന്ന ഭാഗത്തെയാണ് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ Na2SN ഇതുപോലെ നിങ്ങൾ ഫിൽറ്റർ പേപ്പറിനകത്ത് എടുത്ത് ബോയിലിംഗ് വാട്ടർ, അത്യാവശ്യം ഒരു താപനിലയിലുള്ള ബോയിലിംഗ് വാട്ടർ ഉപയോഗിച്ച് അതിൻ്റെ നമുക്ക് എക്സ്ട്രാക്ട് എടുക്കാം. ഇങ്ങനെ ഫിൽറ്റർ പേപ്പറോട് ബാക്കി വരുന്ന ഭാഗം നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് ആയിട്ട് എടുക്കാം. അത് എന്തിനാ എടുക്കണം ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്നുള്ളത്. ഇനി ടെസ്റ്റ് ഫോർ നൈട്രജൻ ആണ് അടുത്തത് പഠിക്കാനുള്ളത്. ടെസ്റ്റ് ഫോർ നൈട്രജൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള NaCN, സോഡിയം സയനൈഡ് ഉണ്ടല്ലോ. ആ NaCN തീർച്ചയായിട്ടും സോഡിയത്തിന് പ്രസൻസ് ഉണ്ടായിരിക്കുമല്ലോ, നൈട്രജൻ പ്രസൻസ് ഉണ്ടായിരിക്കുമല്ലോ. NaCN തീർച്ചയായിട്ടും നൈട്രജൻ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഈ NaCN എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയണുമായിട്ട് ട്രീറ്റ് ചെയ്യും. ഇവിടെ NaCNൽ CN മാത്രം കൊടുക്കാൻ കാരണം ഈ അയണുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ NaCNലെ സയനൈഡ് അയോൺസ് ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ CN അയണുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കൊരു ഹെക്സാസൈനോഫെറേറ്റ് എന്നുള്ള കോമ്പൗണ്ട് കിട്ടും. അതിനെ വീണ്ടും നമ്മൾ അയണുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടും. നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു പ്രഷ്യൻ ബ്ലൂ കളർ താഴത്ത് കാണുന്നുണ്ടല്ലോ. ഈ പ്രഷ്യൻ അവിടെ താഴത്ത് കാണുന്നുണ്ട്, പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടും. ഈ പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടി നമുക്ക് മനസ്സിലാക്കാം അവിടെ ആരുടെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത്. നൈട്രജൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇത്രയും ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ശേഷം ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.